നിക്ഷേപകർ ഏറെ കാത്തിരുന്നൊരു IPO. പ്രമുഖ ഇലക്ട്രിക്കൽ ടൂ വീലർ മാനുഫാക്ചറായ ഒല ഇലക്ട്രിക് IPOയുമായി വിപണിയിലേക്ക്. So let's check out the company's fundamentals, financial data and details about the IPO. Welcome to IPO Alerts. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഇന്ത്യൻ ഇലക്ട്രിക് ടൂ വീലർ മാനുഫാക്ചറാണ് ഒല ഇലക്ട്രിക് മൊബിലിറ്റി. 2017 സ്ഥാപിതമായ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലാണ്. വെഹിക്കിൾ മാനുഫാക്ചറിംഗിന് പുറമെ ഒല ഫ്യൂച്ചർ ഫാക്ടറിയിൽ ബാറ്ററി പാക്സ്, മോട്ടോഴ്സ്, വെഹിക്കിൾ ഫ്രെയിമുകൾ തുടങ്ങി ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ഇമ്പോർട്ടന്റ് പാർട്സും നിർമ്മിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂ വീലർ EV നിർമ്മാണ ഫാക്ടറി കമ്പനിയുടേതാണ്. നിലവിൽ 2000 ഏക്കറിൽ 1 മില്യൺ യൂണിറ്റ് നിർമ്മാണ ശേഷിയാണ് കമ്പനിക്കുള്ളത്. 4 മില്യൺ യൂണിറ്റ് വരെ ഉയർത്താനുള്ള ശേഷിയും നിലവിൽ കമ്പനിക്കുണ്ട്. ഇലക്ട്രിക് ടൂ വീലർ മാത്രം നിർമ്മിക്കുന്ന OEM എന്ന നിലയിൽ ഒല ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിതവും ഓട്ടോമേറ്റഡ് E2W മാനുഫാക്ചറാണ്. 2021 ഓഗസ്റ്റ് മുതൽ കമ്പനി 7 പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുകയും 4 എണ്ണം വിപണിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ EV മോഡലായ ഒല S1 Pro 2021 ഡിസംബറിലാണ് നിരത്തിലെത്തുന്നത്. ഇതിനുശേഷം ഒല S1, ഒല S1 Air, ഒല S1 X, ഒല S1 X Plus മോഡലുകളും വിപണിയിലെത്തി. 2023 ഓഗസ്റ്റ് 15-ന് കമ്പനി പുതിയ EV മോഡലുകളായ ഡയമണ്ട് ഹെഡ്, അഡ്വഞ്ചർ, റോഡ്സ്റ്റർ, ക്രൂയിസർ എന്നിവ ഉൾപ്പെടെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ പുതിയ നിരയും അവതരിപ്പിച്ചു. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഈ മോഡലുകളുടെ ഡെലിവറി ആരംഭിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. 2024 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് ഒല S1, ഒല S1 Pro എന്നിവയുടെ 5,06,817 യൂണിറ്റുകളുടെ വിൽപ്പനയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ കമ്പനി Gen 2 പ്ലാറ്റ്ഫോമിലാണ് സ്കൂട്ടറുകൾ നിർമ്മിക്കുന്നത്. Gen 3 പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി ഇപ്പോൾ. Gen 3 വരുന്നതോടെ ചിലവ് കുറയ്ക്കുന്നതിനും പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ഉത്തേജനം നൽകുമെന്നും കമ്പനി അഭിപ്രായപ്പെടുന്നു. ഒലയുടെ R&D ടീമിൽ നിലവിലുള്ളത് 1000 ജീവനക്കാരാണ്. R&Dയിലേക്ക് കഴിഞ്ഞ 3 വർഷത്തിനിടെ കമ്പനി നിക്ഷേപിച്ചത് 10 ബില്യൺ രൂപയോളമാണ്. ഒല ഇലക്ട്രിക് നിലവിൽ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി, ധർമ്മപുരി ജില്ലകളിലായി EV ഹബ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒല ഫ്യൂച്ചർ ഫാക്ടറിയും വരാനിരിക്കുന്ന ഒല ജിഗാ ഫാക്ടറിയുടെ നിർമ്മാണവും ഉൾപ്പെടുന്നു. നിലവിൽ കമ്പനിക്ക് ഇന്ത്യയിലുടനീളമായി 870 എക്സ്പീരിയൻസ് സെന്ററും 431 സർവീസ് സെന്ററും അടങ്ങുന്ന ഒമ്നി ചാനൽ വിതരണ ശൃംഖലയുണ്ട്. കമ്പനിയുടെ ബിസിനസ് 3 പ്രധാന പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഒന്ന്, EV സാങ്കേതിക വിദ്യകളുടെയും ഘടകങ്ങളുടെയും ഇൻഹൗസ് ഡിസൈനും വികസനവുമുള്ള R&D ടെക്നോളജി പ്ലാറ്റ്ഫോം. 2, അഡാപ്റ്റബിൾ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ചെയിൻ പ്ലാറ്റ്ഫോം. 3, D2C ഒമ്നി ചാനൽ സെയിൽസ് പ്ലാറ്റ്ഫോം. 2024 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ഒലയുടെ വിപണി വിഹിതം 40%. സാങ്കേതിക വിദ്യ, പുതിയ ലോഞ്ചുകൾ, കുറഞ്ഞ ചെലവ് എന്നിവയുടെ നേതൃത്വത്തിൽ വിപണി വിഹിതം നിലനിർത്താനാകുമെന്നാണ് കമ്പനിയുടെ ലക്ഷ്യം. മാർക്കറ്റ് ഷെയറിലും ലാഭത്തിലും ടൂ വീലർ വ്യവസായത്തിലെ പ്രധാന കമ്പനിയാവാനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. ഇനി നമുക്ക് IPOയെ കുറിച്ച് നോക്കാം. IPOയിലൂടെ 6145.56 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിൽ 72.37 കോടി ഓഹരികൾ വിൽക്കുന്ന 5500 കോടി രൂപയുടെ ഓഹരികൾ ഫ്രഷ് ഇഷ്യൂസ് വഴിയും 8.49 കോടി ഓഹരികൾ വിൽക്കുന്ന 645.56 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് 2-ന് ആരംഭിക്കുന്ന ഇഷ്യൂ അവസാനിക്കുക ഓഗസ്റ്റ് 6-നാണ്. ഓഹരികളുടെ അലോട്ട്മെന്റ് ഓഗസ്റ്റ് 7-ന് പൂർത്തിയാവും. ഓഗസ്റ്റ് 8-ന് ഓഹരികൾ അലോട്ട് ചെയ്തവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതേ ദിവസം തന്നെ കമ്പനി റീഫണ്ടുകൾ നൽകി തുടങ്ങും. ഓഹരികൾ BSE, NSE എക്സ്ചേഞ്ചുകളിൽ ഓഗസ്റ്റ് 9-ന് ലിസ്റ്റ് ചെയ്യും. 10 രൂപ മുഖവിലയുള്ള ഓഹരിയുടെ പ്രൈസ് ബാൻഡ് 72 മുതൽ 76 രൂപ വരെയാണ്. ഒരു ലോട്ടിൽ 195 ഓഹരികളായിരിക്കും ഉണ്ടായിരിക്കുക. റീറ്റെയിൽ നിക്ഷേപകർക്ക് 13 ലോട്ടുകൾക്ക് വരെ അപ്ലൈ ചെയ്യാം. റീറ്റെയിൽ നിക്ഷേപകർക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 14,820 രൂപയാണ്. ഇഷ്യൂവിന്റെ 75% ഭാഗവും യോഗ്യതയുള്ള സ്ഥാപന ബയ്യർമാർക്കും 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്കും ബാക്കി വരുന്ന 10% റീറ്റെയിൽ നിക്ഷേപകർക്കുമായി
മാറ്റിവെച്ചിട്ടുണ്ട്. ഇഷ്യൂവിലൂടെ സമാഹരിക്കുന്ന തുകയിൽ നിന്നും 1227.6 കോടി രൂപ സെൽ പ്രൊഡക്ഷൻ പ്ലാന്റിന്റെ ശേഷി 5 ജിഗാവാട്ടിൽ നിന്നും 6.4 ജിഗാവാട്ടിലേക്ക് വിപുലീകരിക്കുന്നതിനായി ഉപയോഗിക്കും. 1600 കോടി രൂപ ഉൽപ്പന്ന വികസനത്തിനും ഗവേഷണത്തിനും വേണ്ടി ചെലവഴിക്കും. വികസന പ്രവർത്തനങ്ങൾക്കായി 350 കോടി രൂപയും നിലവിലെ കടം തിരിച്ചടയ്ക്കാനായി 800 കോടി രൂപയും വിനിയോഗിക്കും. കൊട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ കമ്പനി, ബോഫ സെക്യൂരിറ്റീസ് ഇന്ത്യ, ആക്സിസ് ക്യാപിറ്റൽ, SBI ക്യാപിറ്റൽ മാർക്കറ്റ്സ്, സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്സ് ഇന്ത്യ, ഗോൾഡ്മാൻ സാക്സ് സെക്യൂരിറ്റീസ്, ICIC സെക്യൂരിറ്റീസ്, ബോബ് ക്യാപിറ്റൽ ലിമിറ്റഡ് എന്നിവരാണ് IPOയുടെ ലീഡ് മാനേജർമാർ. ലിങ്കൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇഷ്യൂവിന്റെ രജിസ്ട്രാർ. IPOയ്ക്ക് മുന്നേ കമ്പനിയിൽ നിക്ഷേപിച്ച ചില നിക്ഷേപകർക്ക് പ്രൈസ് ബാൻഡ് അനുസരിച്ച് നഷ്ടമുണ്ടാവാനാണ് സാധ്യത. കാരണം പബ്ലിക് ഇഷ്യൂവിനുള്ള പ്രൈസ് ബാൻഡ് അവരുടെ ശരാശരി ബൈയിങ് പ്രൈസിനേക്കാൾ കുറവാണ്. ടൈഗർ ഗ്ലോബൽ, മാട്രിക്സ് പാർട്ട്നേഴ്സ് തുടങ്ങിയ ആദ്യകാല നിക്ഷേപകർ മൾട്ടി ബാഗർ റിട്ടേൺ ആണ് ഇതിലൂടെ ലഭിക്കുക. ഓഹരി ഒന്നിന് ശരാശരി 111.51 രൂപയ്ക്കാണ് ആൽപൈൻ ഓപ്പർച്യൂണിറ്റി ഫണ്ട് 6 നിക്ഷേപം നടത്തിയത്. ടെക്നെ പ്രൈവറ്റ് വെഞ്ചേഴ്സ് ശരാശരി 113.12 രൂപയ്ക്കാണ് നിക്ഷേപം നടത്തിയത്. അപ്പർ പ്രൈസ് ബാൻഡായ 76 രൂപയ്ക്കാണ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഇവർക്ക് 30% നഷ്ടം നേരിടേണ്ടി വന്നേക്കും. നിലവിൽ ആൽപൈൻ ഓപ്പർച്യൂണിറ്റി ഫണ്ടിന്റെ 238 കോടി രൂപയുടെ 21.42 ദശലക്ഷം ഓഹരികൾ ഉയർന്ന പ്രൈസ് ബാൻഡിൽ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവയുടെ മൂല്യം 163 കോടി രൂപയായി കുറയും. ടെക്നെ പ്രൈവറ്റ് വെഞ്ചേഴ്സിന്റെ 36.32 ദശലക്ഷം ഓഹരികൾ ശരാശരി വിലയുടെ അടിസ്ഥാനത്തിൽ 410 കോടി രൂപ മൂല്യമുള്ളതാണ്. എന്നാൽ പ്രൈസ് ബാൻഡ് ലിസ്റ്റിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 276 കോടി രൂപ മാത്രമായിരിക്കും ഇതിന്റെ മൂല്യം. 2 നിക്ഷേപകരും OFSലൂടെ ഓഹരിയുടെ ഒരു ഭാഗം വിൽക്കും. ഒല ഇലക്ട്രിക്കിന്റെ ഓഹരികൾ ശരാശരി 75.11 രൂപയ്ക്ക് വാങ്ങിയ ടെമാസെക്കിന്റെ പിന്തുണയുള്ള മാക് കൃഷി ഇൻവെസ്റ്റ്മെന്റിനും ഫ്ലാറ്റ് റിട്ടേൺ ലഭിക്കും. ശരാശരി 71.15 രൂപയ്ക്കാണ് ആഷ്ന അഡ്വർടൈസ് ഓഹരികൾ വാങ്ങിയത്. നിക്ഷേപകന് ഇതിലൂടെ ലഭിക്കുക 7% നേട്ടമാണ്. ആൽഫ വേവ് വെഞ്ചേഴ്സിന്റെ ശരാശരി 62.38 രൂപയ്ക്ക് 976 കോടി രൂപ വിലമതിക്കുന്ന 128.5 ദശലക്ഷം ഓഹരികളാണ് ഏറ്റെടുത്തത്. ഇഷ്യൂവിലൂടെ 22% നേട്ടം ലഭിച്ചേക്കും. സോഫ്റ്റ് ബാങ്ക് പിന്തുണയുള്ള ഓസ്ട്രിച്ച് ശരാശരി 51.37 രൂപയ്ക്ക് 6159 കോടി രൂപയുടെ 810.43 ദശലക്ഷം ഓഹരികൾ വാങ്ങിയിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കുക 48% റിട്ടേൺ ആയിരിക്കും. ടൈഗർ ഗ്ലോബലിന്റെ പിന്തുണയുള്ള ഇന്റർനെറ്റ് ഫണ്ട് അമ്പരിപ്പിക്കുന്ന നേട്ടമായിരിക്കും കൈവരിക്കുക. നിക്ഷേപ സ്ഥാപനം 222.44 ദശലക്ഷം ഓഹരികൾ വാങ്ങിയത് വെറും 11.7 രൂപയ്ക്കാണ്. ലിസ്റ്റിംഗിലൂടെ 550% റിട്ടേൺ ആയിരിക്കും ഇവർക്ക് ലഭിക്കുക. മാട്രിക്സ് പാർട്ട്നേഴ്സ് ഇന്ത്യ 1690 കോടി രൂപ വിലമതിക്കുന്ന 962 കോടി രൂപയുടെ ഓഹരികൾ ഏറ്റെടുത്തത് 8.22 രൂപയ്ക്കാണ്. ലിസ്റ്റിംഗിലൂടെ 824% റിട്ടേൺ ആയിരിക്കും ഇവർക്ക് ലഭിക്കുക. സ്ഥാപനത്തിന്റെ പ്രൊമോട്ടറായ ഭവിഷ് അഗർവാളിന് 1.36 ബില്യൺ ഓഹരികൾ, അതായത് 36.94% ഓഹരി പങ്കാളിത്തമാണുള്ളത്. പ്രൈസ് ബാൻഡ് അടിസ്ഥാനമാക്കി 10,350 കോടി രൂപ വിലമതിക്കുന്നതാണിത്. DRHP പ്രകാരം തുച്ഛമായ തുകയ്ക്കാണ് അദ്ദേഹം ഈ ഓഹരി സ്വന്തമാക്കിയത്. ഉയർന്ന പ്രൈസ് ബാൻഡിൽ ഒല ഇലക്ട്രിക്കിന്റെ വിപണി മൂല്യം $4 ബില്യൺ ആണ്. 2023 സെപ്റ്റംബറിലെ 5.4 ബില്യൺ മൂല്യനിർണ്ണയത്തിൽ നിന്നും ഇത് 25.8% ഇടിവാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡാറ്റാസ് നോക്കാം. കമ്പനിയുടെ അവസാന 3 വർഷത്തെ ഫൈനാൻഷ്യൽ ഡാറ്റ നോക്കിയാൽ റവന്യൂ കുതിച്ചുയർന്നതായി കാണാം. എന്നാൽ ഇതേ കാലയളവിൽ കമ്പനിയുടെ നഷ്ടവും അധികരിച്ചു വരികയാണ്. കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ചെലവാണ് നഷ്ടം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. 2022 സാമ്പത്തിക വർഷത്തിൽ 456.26 കോടി രൂപയുടെ വരുമാനമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇത് 2023 സാമ്പത്തിക വർഷത്തിൽ എത്തുമ്പോൾ 510% ഉയർന്ന് 2782.69 കോടി രൂപയായി കുതിച്ചുയർന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനം 89% കുതിപ്പോടെ 5243.27 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കമ്പനി നിലവിൽ നഷ്ടത്തിലാണ്.
2022 സാമ്പത്തിക വർഷത്തിൽ 784.15 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന കമ്പനി 2023 സാമ്പത്തിക വർഷത്തിൽ എത്തുമ്പോൾ 1472 കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. 2024 സാമ്പത്തിക വർഷത്തിൽ 1584 കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനി വീണ്ടും റിപ്പോർട്ട് ചെയ്തത്. ഉയർന്നു വരുന്ന കമ്പനിയുടെ ചെലവാണ് നഷ്ടത്തിലെത്താനുള്ള കമ്പനിയുടെ പ്രധാന കാരണം. 2022 5849 കോടി രൂപയുടെ ചെലവും 2023 സാമ്പത്തിക വർഷത്തിലെത്തിയപ്പോൾ 328% ഉയർന്ന് 25,047 കോടി രൂപയായി കുതിച്ചുയർന്നു. 2024 സാമ്പത്തിക വർഷത്തിലെ ചെലവ് 75% വർധനയോടെ 43,909 കോടി രൂപയായി ഉയർന്നു. ഉയർന്നു വരുന്ന കടം കമ്പനിയുടെ പ്രധാന വെല്ലുവിളിയാണ്. 2022 സാമ്പത്തിക വർഷത്തിൽ 750 കോടി രൂപയുടെ കടത്തിലായിരുന്ന കമ്പനി 2023 എത്തുമ്പോൾ 119% വർധനയോടെ 1,646 കോടി രൂപയുടെ കടത്തിലെത്തിയിരുന്നു. 2024 കടം 45% കുതിപ്പോടെ 2,389 കോടി രൂപയായി രേഖപ്പെടുത്തി. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ കൂടുതൽ ഫണ്ടുകളുടെ ആവശ്യമുണ്ട്. ഇത് കമ്പനിയുടെ കടം കൂടുന്നതിനുള്ള കാരണമായി. എന്നാൽ ഒലയുടെ IPOയ്ക്കായി നിക്ഷേപകർ കാത്തിരിക്കുകയാണ്. IPOയ്ക്ക് ഉയർന്ന സബ്സ്ക്രിപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത. മറ്റൊരു IPO അലേർട്ടുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.